പ്രിയമുള്ള സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇമാം തിർമിദി ഉദ്ധരിച്ച ഹദീസിൽ ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യംബഗി ലിൽ മുഅ്മിനി അൻ യുദില്ല നഫ്സഹു. ഒരു സത്യവിശ്വാസിക്ക് ഒരിക്കലും അനുവദനീയമല്ല അവൻ്റെ നഫ്സിനെ നിന്ദിക്കുക എന്നുള്ളത്. അപ്പോൾ സഹാബ ചോദിച്ചു, കൈഫ യുദില്ലു നഫ്സഹു, എങ്ങനെയാണ് ഒരാൾ അയാളെ തന്നെ നിന്ദിക്കുക എന്ന് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഅറദു മിനൽ ബലാഇ മാ ലാ യുതീഖു. അവനവന് താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങൾക്ക് മുമ്പിലേക്ക് തല വച്ചു കൊടുക്കലാണ് ഒരു വിശ്വാസി അവൻ്റെ നഫ്സിനെ നിന്ദിക്കുക എന്നുള്ളത്. ഇതാണ് ഹദീസിൻ്റെ ആശയം. മുഹദ്ദിസുകൾ ഒരുപാട് വിശദീകരണം നൽകിയ ഒരു ഹദീസാണ്. അതിൽ ഒന്നാമത്തെ ഭാഗം, നമുക്ക് വ്യക്തിപരമായി ഒരു ഇസ്സത്തുണ്ട്. അത് സൃഷ്ടിപരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ആളുകൾക്കും പല കാരണങ്ങൾ കൊണ്ട് ഒരു ഇസ്സത്ത് കൊടുത്തിട്ടുണ്ടാവും. രണ്ടാമത്, വിശ്വാസി എന്ന നിലയിൽ നമുക്കൊരു ഇസ്സത്തുണ്ട്. ആ ഇസ്സത്തിനാണ് ഏറ്റവും പ്രാധാന്യം. അപ്പൊ നമ്മുടെ ഈമാനിനും നമ്മുടെ ഇഖ്ലാസിനും നമ്മുടെ ആ മുഅ്മിൻ എന്ന നിലയിലുള്ള നമ്മുടെ ഐഡന്റിറ്റിക്ക് കോട്ടം വരുത്തുന്ന ഒരു പ്രവൃത്തിയും വിശ്വാസിയുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ നമ്മുടെ ഈമാനികമായ മുഅ്മിൻ എന്ന നിലയിലുള്ള നമ്മുടെ വ്യക്തിത്വം നമ്മളായി നിന്ദിക്കുക എന്നുള്ളത് ഗുരുതരമായ ഒരു പാപമായിട്ടാണ്. അതിന് വലിയ വിശാലമായ വിഷയമാണ്. നമുക്ക് ഏതുവരെയും അത് ചിന്തിച്ചു പോകാമെന്നർത്ഥം. അപ്പൊ നമ്മൾ ഏറ്റവും ചുരുക്കി മനസ്സിലാക്കേണ്ടത്, ഞാനൊരു വിശ്വാസിയാണ്. അപ്പൊ എനിക്ക് അള്ളാഹു നൽകിയ ഒരു ഇസ്സത്തുണ്ട്. ആ ഇസ്സത്ത് എൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനം കൊണ്ട് അതിനൊരു നിന്ദ്യതയും ഒരു അപമാനവും വരാൻ പാടില്ല എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത്തെ ഭാഗം വിശദീകരിച്ചു. അവനവന് താങ്ങാൻ കഴിയാത്ത കാര്യങ്ങളിൽ പോയി തല വച്ചു കൊടുത്ത് നിന്നത ഏറ്റുവാങ്ങല എന്ന് പറഞ്ഞാൽ, എല്ലാ കാര്യം നമുക്ക് എല്ലാവർക്കും പരിഹരിക്കണമെന്നില്ല. അപ്പൊ നമുക്ക് താങ്ങാൻ കഴിയാത്ത, നമുക്ക് പരിഹരിക്കാൻ കഴിയാത്ത ഒരു കാര്യത്തിൽ നമ്മളായി പോയി തല വച്ചു കൊടുത്തിട്ട് നമ്മുടെ ബുദ്ധിമോശം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ എടുത്തുചാട്ടം കൊണ്ടോ അറിവില്ലായ്മ കുറവോ പരിചയക്കുറവോ മൂലം ഏതെങ്കിലും ഒരു വിഷയത്തിൽ പോയി നമ്മൾ ചാടുവോ പെടുവോ ചെയ്തു, എന്നിട്ട് അതിൻ്റെ പേരിലുണ്ടായ മുഴുവൻ നിന്ദയും അപമാനവും നമ്മളെ ഏറ്റുവയ്ക്കും. അത് വിശ്വാസിക്ക് പാടില്ല എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇസ്സത്തിന് കോട്ടം വരുന്ന ഏത് പ്രവൃത്തിക്ക് പോയി അങ്ങോട്ട് തല വച്ച് കൊടുത്ത് അവനവന്റെ ഇസ്സത്ത് നഷ്ടപ്പെടുത്തല് മതപരമായ നിലയിൽ വിശ്വാസിക്ക് പാടില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഏറ്റവും വലിയ നമ്മുടെ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ മുഅ്മിൻ എന്ന നിലയിലുള്ള ഈമാനികമായ ഒരു വ്യക്തിത്വമാണ്. അതിന് കോട്ടം വരാതെ ആ അഭിമാനത്തിന്, നമുക്ക് സാധാരണ പെട്ട ദേഷ്യം പിടിക്കപ്പോഴായിരിക്കും നമ്മുടെ വ്യക്തിപരമായ വിഷയങ്ങൾക്കായിരിക്കും. എന്നാൽ മുഅ്മിൻ എന്ന നിലയിലുള്ളതിനെ നമ്മൾ അത്ര പരിഗണിക്കാറ്. പക്ഷെ പരിഗണിക്കേണ്ടത് ഏതാണ്? മുഅ്മിൻ എന്ന നിലയിലുള്ള നമ്മുടെ അഭിമാനത്തിന് ക്ഷതം വരാതെ നമ്മളായിട്ട് കളഞ്ഞു കുളിക്കരുത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമുക്ക് താങ്ങാൻ കഴിയാത്ത, നമുക്ക് പരിഹരിക്കാൻ കഴിയാത്ത വിഷയത്തെ നമ്മളായി പോയി ചാടിയിട്ട് നമ്മളായി തല വെച്ചു കൊടുത്ത് അതിൻ്റെ പേരിൽ വരുന്ന മുഴുവൻ അപമാനം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിന് നമ്മൾ നിന്ദിരായി മാറുമെന്ന് മാത്രമല്ല, നമ്മുടെ അല്ലാഹു നൽകിയ ഇസ്സത്ത് കളഞ്ഞു കുളിച്ചതിൻ്റെ പേരിൽ ഒരുപക്ഷെ നമ്മൾക്ക് വിചാരണ നേരിടേണ്ടി വരും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഇസ്സത്തിൻ്റെ വില മനസ്സിലാക്കി വേണം നമ്മൾ പ്രവർത്തിക്കാൻ. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.